ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. മഹാഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്കൊപ്പം എന്നും വന്നു ചേരുക. അതായത് ഞാനീ പറയുന്ന ഈ നക്ഷത്ര ജാതകർ അഗ്നി നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗണത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരാണ്. ജന്മനക്ഷത്രമനുസരിച്ച് 27 നക്ഷത്ര ജാതകർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇതിൽ ചില നക്ഷത്രക്കാർ അഗ്നി നക്ഷത്രം എന്ന ഗണത്തിൽപ്പെടുന്നു. ഈ നക്ഷത്ര ഗണത്തിൽപ്പെടുന്നത് മധ്യഭാഗത്തു വരുന്ന ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നീ 6 നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് കുബേരയോഗം ഉച്ചസ്ഥായിയിലാണ്. അതായത് പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആഗ്രഹ സാഫല്യം വന്നു ചേരും. ജീവിത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷം കടന്നു വരും. ജോലിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ ജീവിതത്തിൽ പുരോഗതിയും ദൃശ്യമാക്കും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാം. കുടുംബ ഐശ്വര്യവും സന്തോഷവും എല്ലാം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും വന്നു ചേരും. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായ ഉത്രം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ദൃശ്യമാകും. ബുദ്ധി കൂർമ്മതയിൽ മുൻപന്തിയിലുള്ള നിങ്ങൾക്ക് എല്ലാം സ്വന്തമായി ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന നക്ഷത്ര ജാതകരാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുവാൻ സാധിക്കുന്നതാണ്. സമ്പത്തും കഴിവും ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ഏത് ജോലി ഏറ്റെടുത്താലും അത് വളരെയധികം ആത്മാർത്ഥതയോടും നല്ല രീതിയിലും ചെയ്തു തീർക്കുന്ന ആളുകളാണ്. സുഖലോലുപതയോടു കൂടിയ ജീവിതം നയിക്കുവാനും ഇവർ പല കാര്യങ്ങളിലും മഹാഭാഗ്യവാന്മാരുമായിരിക്കും. മതവിശ്വാസികളാണ്. സാമൂഹിക ജീവിതത്തിൽ പേരും പെരുമയും ഇഷ്ടപ്പെടുന്ന നക്ഷത്ര ജാതകരാണ്. ഇവർ പൊതുവെ ക്ഷിപ്രകോപികളും ശുദ്ധഹൃദയരുമാണ്. ആവശ്യാനുസൃതമായ ക്ഷമയോ സഹനശക്തിയോ ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകണമെന്നില്ല. ഒരിക്കൽ ദേഷ്യം വന്നാൽ പിന്നെ ഇവരെ തണുപ്പിക്കുവാൻ വളരെയധികം പ്രയാസമാണ്. എന്നാൽ തെറ്റ് മനസ്സിലാക്കുമ്പോൾ കാലം തന്നെ വൈകിപ്പോകുവാൻ ഇടയുള്ള ആളുകളാണ്. ഇവരുടെ 4ാം ഭാവപതി വ്യാഴമായതിനാൽ കൃഷിയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും ഗൃഹത്തിൽ നിന്നും ധനം വന്നു ചേരും. പലർക്കും ഇവർ വിദ്യ അഭ്യസിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് കാരണം വിശേഷ അറിവിലൂടെ ഇവർ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്വൈസർമാരും സമൂഹത്തിലെ ആചാര്യന്മാരും നേതാക്കന്മാരുമായി മാറുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. അതുപോലെ കുടുംബജീവിതത്തിൽ ഭാര്യയും അമ്മയുമായി എപ്പോഴും വഴക്കടിക്കും. സ്ത്രീ സന്താനം കൂടിയവരാണ്. സുഖഭോഗങ്ങളിൽ അതീവ തൽപരരു കൂടിയായ ആളുകളാണ് ഈ നക്ഷത്ര ജാതകർ. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. വളരെയധികം ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും ഈ അത്തം നക്ഷത്രക്കാർ. സമാധാനം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇവർ കലഹങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ പണം കൈകാര്യം ചെയ്യുവാൻ വളരെ വിദഗ്ധരായ ഇവർക്ക് ജീവിതത്തിൽ ഒരുവിധ സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടേണ്ടി വരില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്ന കാര്യത്തിലും വളരെയധികം സമർത്ഥരാണ്. വളരെയധികം അധ്വാനശീലരായ ഇവരുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. വശീകരണ ശക്തിയും കൗശല ബുദ്ധിയുമുള്ള ഈ നക്ഷത്ര ജാതകർ മറ്റുള്ളവരെ വിലയിരുത്തുന്ന കാര്യത്തിലും കുറവുകൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിലും വളരെയധികം സാമർഥ്യമുള്ളവരാണ്. അതുപോലെ തന്നെ അധികാര ശക്തിയുള്ള തൊഴിലിൽ വളരെയധികം ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ആത്മനിയന്ത്രണമുള്ളവരും സൗമ്യ പ്രാകൃതരുമായ ഇവർ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്ന ആളുകളാണ്. പൊതുവെ ഇവരുമായി ഇടപെടുന്ന ആളുകളെല്ലാം തന്നെ ഇവരുടെ സ്നേഹവും വിശ്വാസവും നേടിയെടുക്കും. ശത്രുക്കളെ പോലും സഹായിക്കുവാൻ
അത്തം നക്ഷത്ര ജാതകർ സന്നദ്ധത കാണിക്കുന്നതാണ്. പൊതുവെ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഈ നക്ഷത്ര ജാതകർ ചെയ്യാറില്ല. ഇവരുടെ സഹായം ലഭിക്കുന്നവർ പിന്നീട് ഇവരോട് സ്നേഹമില്ലാതെ പെരുമാറിയെന്നും വരാം. ലളിതമായ ജീവിതം നയിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷേ എല്ലായിടത്തും വൃത്തിയും സ്വച്ഛതയും വേണമെന്ന് നിർബന്ധം പിടിക്കും. അതിന് തടസ്സമുണ്ടാക്കുന്നവരെ വെറുക്കുന്നതാണ്. ഇതുമൂലം അടുപ്പമുള്ള പലരുമായി പിന്നീട് കലഹിച്ചെന്നു വരുന്നതിന് കാരണമാകുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഇവരുടെ ജീവിതത്തിൽ അച്ചടക്കം വളരെയധികം ഇഷ്ടപ്പെടുകയും എല്ലാവിധ കാര്യങ്ങളെയും ബുദ്ധിപൂർവം നേരിടുകയും ചെയ്യുന്ന ആളുകളാണ്. ജീവിതത്തിൽ തോറ്റുപോകുമെന്നുറപ്പുള്ള ഘട്ടത്തിൽ നിന്നും ഏതു വിധേനയും ഉയർത്തെഴുന്നേൽക്കുവാൻ അപാരമായ കഴിവുള്ള നക്ഷത്ര ജാതകരാണ് ഈ ചിത്തിര നക്ഷത്ര ജാതകർ. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി കഠിനമായി ഇവർ പ്രയത്നിക്കും. രക്ഷിതാക്കളോടും സഹോദരങ്ങളോടും പ്രത്യേക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. പൊതുവെ ഇവർ വളരെയധികം ആഡംബരപ്രിയരും വാഹന പ്രേമികളുമാണ്. കലാവാസനയും ആകർഷകമായ കണ്ണുകളുമാണ് ഈ നക്ഷത്ര ജാതകരുടെ പ്രത്യേകത. ഇവർക്ക് 40 വയസ്സിന് ശേഷമുള്ള കാലമാണ് കൂടുതൽ അഭിവൃദ്ധികരം. സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെയധികം മനക്കരുത്തുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ദാനം ചെയ്യുവാനുള്ള മനസ്സ് ഇവരുടെ വളരെയധികം പ്രത്യേകതയാണ്. പിതാവിനേക്കാൾ അമ്മയിൽ നിന്നാകും ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുഭവങ്ങൾ വന്നു ചേരുക. അതുപോലെ അതിരു കടക്കുന്ന സൗഹൃദങ്ങൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ സമ്മാനിക്കാം. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ലക്ഷ്യം നേടുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ് ചോതി നക്ഷത്ര ജാതകർ. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കും. കഠിനമായ അധ്വാനത്തിലൂടെ ഏത് കാര്യവും വിജയം കൈവരിക്കുന്നതാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ നേരും നിറയുമായി നടക്കണമെന്ന് വളരെയധികം നിർബന്ധമുണ്ടായിരിക്കും. അത്ഭുതകരമായ വിവേകശക്തിയും നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയുമുള്ളവരാണ്. അതായത് നെല്ലും പതിരും വേർതിരിച്ചറിയുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. ചോതി നക്ഷത്രക്കാർ തുലാം രാശിക്കാരായതുകൊണ്ട് തന്നെ തുലാം രാശിയുടെ ചിഹ്നമായ ത്രാസിനെ പോലെ ന്യായങ്ങളെ സൂക്ഷ്മമായി തൂക്കിനോക്കി വിധി കൽപ്പിക്കുന്നവരാണ്. പൊതുവെ സ്ത്രീകളോട് ഇവർക്ക് വലിയ പ്രതിപത്തി ഉണ്ടാകുമെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം സാധാരണയായി തൃപ്തികരമായി കാണാറില്ല. ഒരുപക്ഷെ അന്യ സ്ത്രീകളോടുള്ള ഇവരുടെ പെരുമാറ്റം കൊണ്ട് ഭാര്യമാർ ഈർഷ്യാകുലരാകുവാൻ കാരണമാകുന്നതാണ്. ഇതിൻ്റെ കാരണം ഇവർ സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നോ മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതോ തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. സാമർഥ്യം, ബുദ്ധിശക്തി, കാര്യശേഷി, താരതമ്യ പഠനത്തിലുള്ള കഴിവ്, ദുഃഖിക്കുന്ന ആളുകളോടുള്ള സഹതാപം, സന്ദർഭമനുസരിച്ച് പെരുമാറുവാനുള്ള കഴിവ്, ജനസമ്പർക്കത്തിൽ താല്പര്യം, അതുപോലെ കലകളിലും സാഹിത്യരചനകളിലും ആസ്വാദനത്തിലും സാമർഥ്യം മുതലായവയാണ് ചോതി നക്ഷത്രക്കാരുടെ പ്രധാന സ്വഭാവ സവിശേഷതകൾ. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ദൃഢനിശ്ചയമാണ് ഈ നക്ഷത്ര ജാതകരുടെ മുഖമുദ്ര. സൗഹൃദ സ്വഭാവത്തിനുടമയായതിനാൽ ആളുകൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇവരോട് പെരുമാറും. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ്. കുടുംബവുമായി വളരെയധികം അടുപ്പമുള്ളവരും കുടുംബത്തെ സംരക്ഷിക്കുകയും കൂട്ടുകുടുംബത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടിയാണ് വിശാഖം നക്ഷത്ര ജാതകർ. പ്രായോഗിക ബുദ്ധിയും മേധാശക്തിയും വിശാഖം നക്ഷത്ര ജാതകരുടെ ഒരു പ്രത്യേകതയാണ്. ഇവർ നീതിനിഷ്ഠയും ഈശ്വരഭക്തിയുമുള്ളവരാണ്. മാതാവിൽ നിന്നുമുള്ള അനുഭവം വിശാഖം നക്ഷത്ര ജാതകർക്ക് വളരെയധികം കുറവായിരിക്കും. ജാതകത്തിൽ മാതൃഭാവം പുഷ്ടമാണെങ്കിൽ മാതൃവിരഹത്തിനും ഇടവരും. പിതാവുമായി സാധാരണ ഇവർ അഭിപ്രായ ഭിന്നത വെച്ചു പുലർത്താറുണ്ട്. കൂടാതെ സ്വതന്ത്ര പ്രാകൃതരുമാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നിൽക്കുവാൻ ആഗ്രഹിക്കാതെ സ്വതന്ത്രമായി കഴിയുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്.
സത്യപ്രിയത, നീതിനിഷ്ഠ, വിശാല ഹൃദയത, വിശ്വസാഹോദര്യം, ഈ സവിശേഷ ഗുണങ്ങൾ വിശാഖം നക്ഷത്ര ജാതകരിൽ പൊതുവെ കാണുന്നതാണ്. കൂടാതെ ഇവർക്ക് കലാപരമായ കഴിവുകളും സാംസ്കാരിക വിശേഷതകളും ഇവരിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ചെറുപ്പത്തിൽ തന്നെ സമ്പാദിക്കുവാൻ തുടങ്ങുന്നവരാണ്. പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുവാൻ താല്പര്യമുള്ള ഇക്കൂട്ടർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ്. സമ്പത്ത് ധാരാളം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. വസ്തുവിലും മറ്റും നിക്ഷേപിക്കുന്നതിനാൽ കൂടുതൽ ധനികനായി ഈ നക്ഷത്ര ജാതകർ മാറുന്നതാണ്. ജോലിയേക്കാൾ ഉപരി ബിസിനസ് മേഖലയിൽ വളരെയധികം ശോഭിക്കുന്ന ആളുകളാണ് അനിഴം നക്ഷത്ര ജാതകർ. എത്ര കഠിനമായ പരിസ്ഥിതിയിലായാലും അടുക്കും ചിട്ടയുമായി പ്രശ്നങ്ങൾ നേരിട്ട് അതിനുള്ള പരിഹാരം കാണുന്ന ആളുകളാണ്. ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും എന്ത് തടസ്സമുണ്ടായാലും അവയെല്ലാം മറികടന്ന് മുന്നേറുവാൻ സാധിക്കുന്ന ആളുകളാണ്. അതായത് ഇവർ ദൃഢനിശ്ചയക്കാരും പരിശ്രമശീലരുമാണ്. ഈ നക്ഷത്ര ജാതകർ ഏർപ്പെട്ട ഏത് ജോലിയായാലും അത് അവസാനിക്കുന്നതുവരെ അതിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള തടസ്സങ്ങളെയെല്ലാം ഇവർ അതിജീവിക്കുന്ന ആളുകളാണ്. അതുപോലെ ബിസിനസ് കാര്യങ്ങളിലും ഉദ്യോഗത്തിലും ഇവർക്ക് നന്നായി ശോഭിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മേലധികാരികൾ ഇവരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷേ സ്വന്തം പ്രവൃത്തിയുടെ പൂർണ്ണമായ ഫലം ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ശുദ്ധഗതിയും ആവേശകരവുമായ സ്വഭാവ ഗുണമുള്ളതിന് കാരണം, എന്നാൽ വാക്കുകളിൽ തർക്കങ്ങളിലോ ഉൾപ്പെടാതെ ഇവർ ഒതുങ്ങിക്കഴിയുന്നതാണ്. ഈശ്വരഭക്തിയുള്ള ഇവർ വളരെയധികം ശാന്തരും സമാധാനപൂർണരുമായ ജീവിതം കഴിച്ചുകൂട്ടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പൊതുവെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഇവർക്ക് അനുഭവം വളരെ കുറവായിരിക്കും. ജീവിത വൃത്തി അന്വേഷിച്ചവർക്ക് സ്വദേശം വിട്ട് പുറത്തു പോകേണ്ടി വരുന്നതാണ്. ഇവർക്ക് തൃപ്തികരമായ ദാമ്പത്യ ജീവിതം കഴിക്കുവാൻ സാധിക്കും. അതുപോലെ ലഭിക്കുന്ന ഭാര്യയും വളരെയധികം ഈശ്വരഭക്തയായിരിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് വളരെയധികം ജീവിത അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.